ബാലന്തിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഒരു കാര്യം കാണിച്ചു തരാം. പൊട്ടന്മാർ തറ ഇത്ര വലിയ പൊട്ടന്മാർ ഇതേ മൈൻകാർട്ടിൽ കയറി ഇരിക്കുന്നു. ഇറങ്ങളാ ഓട് 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 അങ്ങോട്ട് വരരുത്. ഇന്നത്തെ ഗോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെതറൈറ്റ് ആർമർ ആൻഡ് ടൂൾസ്. പക്ഷേ ഇന്നെന്തായാലും എല്ലാം ചെയ്യൂല. ടൂൾസും ആർമറും ചെയ്യൂല. ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആർമർ കാറ്റഗറി മാത്രം, അല്ലെങ്കിൽ ടൂൾസ് കാറ്റഗറി മാത്രം. അതുകൊണ്ട് നാളെ പ്രൊജക്ട് ബോർഡിൽ നിന്ന് ആ ഒരു സൈൻ ബോർഡ് പൊട്ടിച്ച് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടച്ചു വെച്ചേക്കാം. എനിക്ക് ആ ബെഡ് റോക്ക് പൊട്ടിക്കണം, എന്നിട്ട് വേണം താഴത്തോട്ട് പോകാൻ. അതേപോലെ കുറേ ബെഡും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം. അതെന്തായാലും ഞാൻ ആ ബെഡ് റോക്ക് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് നോക്കിയിട്ട് വേഗം വരാം. അത് സിമ്പിളാണ്. അതിന് കുറച്ച് സാധനങ്ങൾ മതി. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വേഗം വരാം. ഇത്ര സാധനങ്ങൾ മതി. അതായത് ഈ സാൻഡ് വേണ്ട, ഇത് പിന്നെ ഒരു ട്രാപ്പ് ഡോറും കൂടാണ്, അതെടുക്കാൻ മറന്നുപോയി. അതൊന്ന് വേഗം എടുത്തിട്ട് വരാം. ഓക്കെ, വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇവിടെ നെതറിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 127 ബ്ലോക്ക് മാത്രമുള്ളൊരു ബ്ലോക്ക് കണ്ടുപിടിക്കണം. ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഏത് ബ്ലോക്കിലെ കൂടെ ആയിരുന്നു, അതായത് ലാഡർ സെൻറ്ററിൽ നിന്ന് അവിടെ നിന്നായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. ഞാനൊന്ന് കഴിഞ്ഞ വീഡിയോ പോയിട്ട് അത് ഏതായിരുന്നു കോർഡിനേറ്റ്സ് നോക്കിയിട്ട് കറക്റ്റ് നോക്കി തരാം. ഓക്കെ, മനസ്സിലായി. -14, ഇതിവിടെ -1. ഈ ബ്ലോക്കിലാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് പൊട്ടിക്കണം. ആദ്യം ഒരു പിസ്റ്റണും കൂടി വേണം. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും എവിടെയും കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഒരു പിസ്റ്റൺ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വേഗം ഒരു പിസ്റ്റൺ ഉണ്ടാക്കിയിട്ട് ഉടനെ തിരിച്ചു വരാം. എനിക്ക് എക്സ്ട്രാ ഉള്ള ഓപ്ഷൻസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് വേഗം അങ്ങ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഇത്രയും റെഡ് സ്റ്റോണും കോബിൾ സ്റ്റോണൊന്നും വേണ്ട. എനിക്ക് ഓരോന്ന് 2-3 പെറുക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഇതാക്കേണ്ടതെന്ന്. ഫസ്റ്റ് നമ്മുടെ ഒരു സൈഡിലോട്ടായിട്ട് ഒരു പിസ്റ്റൺ വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ഒബ്സിഡിയൻ വെക്കുക. ഇനി എന്തെന്ന് വെച്ചാൽ ഒരു കോബിൾ സ്റ്റോൺ എടുത്ത് ഇതിൻ്റെ ബാക്കിലോട്ട് വെക്കുക. 5 റെഡ് സ്റ്റോൺ ഇങ്ങനെ വെക്കണം. 2, 3. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ വെക്കുമ്പോൾ തന്നെ ഇതെന്തായാലും പൊട്ടും, ഉറപ്പാണ്. എന്തായാലും ഇത് കുറച്ച് ബ്ലോക്ക് ഇങ്ങോട്ട് പൊട്ടിച്ച് പറ്റിയേക്കാം. ഒബ്സിഡിയൻ എന്തായാലും പൊട്ടൂല. ഇത്ര എക്സ്പ്ലോസീവ് ഉണ്ടാവുള്ളൂ. ബാക്കി തിരിച്ചു വെച്ചാൽ മതിയല്ലോ. ഇവിടെ ഒരു ലെവർ, ആ ഒരു ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെയല്ല, ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വരണം. എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ വരാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അഥവാ ഇതായിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മുടെ റൈറ്റ് ക്ലിക്ക് പണി എന്നാൽ അതിന് പകരം നമുക്കൊരു സംഭവം ചെയ്യാം. ഇവിടെ പോയിട്ട് ഇവിടെ ഈ റൈറ്റ് ബട്ടൺ ഉള്ളത് ഞാൻ തൽക്കാലത്തേക്ക് വേറെ ഒരെണ്ണം മാറ്റാണ്. ഇത് പറ്റൂല, ഇതും പറ്റൂല, ഇത് പറ്റൂല. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കൈ പിടിക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നടക്കുന്നില്ല. ഓൾറെഡി ബൈൻഡറാണ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ഇനി വർക്കാവേണ്ടതാണ്. അയ്യോ, അത് വർക്കായില്ല. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഞാൻ എല്ലാം തിരിച്ച് റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കൈ പിടിക്കുക. ഓക്കെ, ഇത് വർക്കായോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തല്ലായിരുന്നു പൊട്ടിക്കേണ്ടതെന്ന്. ഓക്കെ, ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇത് നടന്നില്ലെങ്കിൽ ഒരു TNT കൂടി ഉണ്ടാക്കേണ്ടി വരും. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വെച്ച് കറക്റ്റായോ? യെസ്, ഇതാണ് ആർക്കായി. എൻ്റെ ബെഡ് റോക്കിൽ തുളയിട്ടുകൊണ്ട് ബാലൻ മുന്നേറുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് തിരിച്ച് റെഡിയാക്കണം. ഇതിപ്പോൾ റെഡിയാക്കാം. ഇപ്പോൾ കുറച്ച് ഞാൻ എന്താ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എവിടെ ബ്ലോക്ക് സൈഡുണ്ട്. ഇവിടെ അല്ല, ഇതിവിടെ 2-3 ബ്ലോക്കാണ്. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോവാം. ഇതിൽ കൂടെ ഇങ്ങനെ കയറാം. അപ്പോൾ എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് കുറേ ബെഡ് ഷൾക്കർ മൊത്തം ബെഡ് എടുത്തിട്ട് വരാം. എന്നിട്ട് ബെഡ് ഇരിക്കുക, പൊട്ടിക്കുക, ബെഡ് വെക്കുക, പൊട്ടിക്കുക, ഇരിക്കുക നല്ലത്. ഞാൻ കുറേ ബെഡും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ ബെഡും കാണിച്ചു തരാം. മൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോടൊന്ന് പറയുകയും ചെയ്യാം. ഞാൻ ഇവിടെ നട്ടോ അപ്പോൾ മൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ കയ്യിൽ എത്ര ഇതുണ്ടെന്ന് കാണിച്ചു തരാം. കണ്ട, ഇത്രയും ഷൾക്കർ, റെഡ് ബെഡും ഓറഞ്ച് ബെഡ്, കളർ ബെഡാണ്. ഓക്കെ, ഞാനിപ്പോൾ ലെവൽ 15 പോവാണ്. 13, 15 ആ ഏരിയയിലാണ് TNT എക്സ്പ്ലോസീവ് ഒക്കെ ഉപയോഗിക്കേണ്ടത്. അത് ബെഡും എക്സ്പ്ലോസീവ് ആണല്ലോ. ഇത് ഞാൻ മെല്ലെ സൂക്ഷിച്ചിട്ട് പോവാണ്. വല്ല ലാവയോ അല്ലെങ്കിൽ പിന്നെ
കുഴിയിലട്ടം പെട്ട് താഴത്തോട്ട് ചത്തു പോകേണ്ട വിചാരിച്ചിട്ടാണ് മെല്ലെ പോകുന്നത്. നല്ല സ്പീഡിൽ പോയിരുന്നു. എൻ്റെ പിക്കാക്സിന് പവർ കാണിച്ചത് കണ്ടോ, ഞാൻ തൊട്ടാൽ മതി. ഇതേതാ ഭയം ഇവിടെ എത്തി. 15. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒന്നൊരു കുഴിയാക്കട്ടെ, നേരെ ഒരു കുഴിയാക്കട്ടെ. കിട്ടി. ഇതിങ്ങനെ ആദ്യത്തെ ഏൻഷ്യൻ്റ് ഡെബ്രി കിട്ടി. ഇത് ഇങ്ങനെ മൈൻഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ലക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിങ്ങനെ വലുതാക്കട്ടെ. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ബെഡ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കൈ മൊത്തം ബെഡാണ്. അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഈ ട്രിക്ക് ചെയ്താൽ മതി. അയ്യോ, ലാവയൊക്കെ ഒന്ന് കളഞ്ഞ് മെല്ലെ ഒന്ന് നോക്കി പോവാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഏൻഷ്യൻ്റ് ഡെബ്രി. എനിക്ക് ലാവ ഒന്ന് പോയാൽ അടിയിലുണ്ടോ എന്നും കൂടി നോക്കാൻ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത്ര ഇതൊന്നും പോയില്ല, ഡാമേജ് പോയിട്ടില്ല. എനിക്ക് ഞാൻ കുറച്ചും കൂടി ബാക്കോട്ട് നിൽക്കുകയും ചെയ്തു. പിന്നെ എന്തായാലും ബ്ലോക്കും വെച്ചായിരുന്നല്ലോ, അതുകൊണ്ടാ തോന്നുന്നു. ഇല്ല, നമുക്ക് ലക്കില്ല. ഫസ്റ്റത്തേലൊന്നുമില്ല. അപ്പം അടുത്തേലോട്ട് പോവാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വേറെ ഇല്ല. അപ്പം ഞാൻ ഇനി അടുത്തൊരു ബെഡ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ചത്തുനിന്ന് പേടിച്ച്. എന്തെങ്കിലും കിട്ടുക. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. എനിക്ക് പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട് എൻ്റെ ആർമറിൽ, അതുകൊണ്ട് ലാവ ഒന്നും അധികം പേടിക്കണ്ട. അടുത്ത് വെക്കാൻ പോവാണ്. ബ്ലോക്ക് വെക്കാം. ഇതിൽ കിട്ടിയോ? ഒരെണ്ണെങ്കിലും കിട്ടിയോ? അവിടെ വെച്ച് പോയിട്ട് കിട്ടുന്നില്ലല്ലോ. സാധാരണ സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോൾ കിട്ടി. അയ്യോ, എങ്കിൽ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ബെഡ് മൈൻ ചെയ്തിട്ട് വരാം. നിങ്ങൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം. കുറച്ചെങ്കിലും നെതറൈറ്റ് കിട്ടട്ടെ. നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത് ഏൻഷ്യൻ്റ് ഡെബ്രി കിട്ടി. കുറച്ച് നേരത്തിന് ശേഷമാണ് വീണ്ടും ഒരു ഏൻഷ്യൻ്റ് ഡെബ്രി കിട്ടുന്നത്. 2 കിട്ടിയിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നും കൂടി നോക്കട്ടെ. ഞാൻ എന്താ കുറേ നേരം ഇങ്ങനെ മൈൻ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാനൊരു മണ്ടത്തരം കാണിച്ച് എൻ്റെ പിക്കാക്സ് കൊണ്ട് ഞാൻ ഇട്ട് ടച്ചിൻ്റെ ആയിട്ട് ഈ ലാവയിലോട്ട് എന്ത് കാണിച്ചാണോ എന്തോ. ഞാൻ ഇൻവെൻ്റർ ഒന്ന് ക്ലിയർ ആക്കുമായിരുന്നു. അതിൻ്റെ കൊണ്ടിട്ട് ഞാൻ ഈ സ്ഥലത്ത് മാത്രമല്ല കേട്ടോ ചെയ്തേ, വേറെ ഇങ്ങനെ കുറേ സ്ഥലത്ത് ചെയ്തു. ഇതിപ്പോൾ വേറെ ഇങ്ങോട്ട് എത്തി. ഇനിയിപ്പോൾ തിരിച്ചെൻ്റെ ബെഡ്റൂമിൻ്റെ മണ്ടയിലോട്ട് കയറാനുള്ള വഴി കണ്ടുപിടിക്കണം. അപ്പം ഞാൻ അത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത റെക്കോർഡ് ചെയ്യണമല്ലോ എന്ന്. എന്നിട്ടൊക്കെ വെച്ചാൽ റെക്കോർഡർ ഒരു പണി വന്ന് അതിന് പുതിയൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് എന്തോ സംഭവം കാരണം ആ കുറച്ച് റെക്കോർഡിങ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് പോയെന്ന്. ഇപ്പോൾ എൻ്റെ 38 ഉണ്ട്. ഞാൻ ഗൂഗിളിലോട് ചോദിച്ചപ്പോൾ ഒരു ഫുൾ സെറ്റ് ആർമറും ടൂൾസിനും 36 തൊട്ട് 40 മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് 38 കിട്ടിയപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ എന്തായാലും തിരിച്ചൊന്ന് പോട്ടെ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു വഴി. ഞാൻ അങ്ങനെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ തിരിച്ചൊന്ന് ഇവിടെ പോകണം. അപ്പോൾ എൻ്റെ എൻഡർ ചെസ്റ്റ് പോയിട്ടുണ്ട്. എൻഡർ ചെസ്റ്റ് ഇനിയിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കണം. ബ്ലേസ് പൗഡർ ഉണ്ടോ അറിയില്ല. അപ്പോൾ അതും കൂടി ഒരെണ്ണം ഉണ്ടാക്കണം. ആ സെൽ ടച്ച് കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ എൻഡർ ചെസ്റ്റ് മാത്രമായിട്ട് പൊട്ടിച്ചെടുത്ത്, കാരണം തിരിച്ചെങ്ങനെ പോകണമെന്ന് എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ബ്ലേസ് പൗഡർ ഉണ്ടാക്കട്ടെ ഇതിനകത്ത്. ഓക്കെ, ഞാൻ എന്താ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തം ആക്കിയിട്ട് എൻ്റെ ഫുൾ സെറ്റ് നെതറൈറ്റ് ആർമർ നെതറൈറ്റ് ടൂൾസ് ആക്കിയിട്ട് നേരെ നെതറിൽ പോകുന്നു. ബ്ലേസിനെ അടിച്ചു കൊല്ലുന്നു. എൻഡർ ചെസ്റ്റ് വീണ്ടും ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇതെല്ലാം ആവട്ടെ, ആവുന്നവരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് വെച്ചാൽ എൻഡർ ചെസ്റ്റിൽ കുറച്ചധികം ഗോൾഡ് നഗട്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അത് സ്മെൽറ്റ് ചെയ്ത് ഗോൾഡ് ഇങ്ങോട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിനിപ്പോൾ നടക്കും തോന്നില്ല. കുറച്ചും കൂടി ഗോൾഡ് മൈൻ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ ഗോൾഡ് വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. എമറാൾഡ് കൊടുത്തിട്ട് ഇല്ല, ഗോൾഡ് വാങ്ങാൻ പറ്റില്ല. ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് എമറാൾഡ് വാങ്ങാം. ആ ഒരു ഓപ്ഷൻ വേണ്ട. ഇനിയിപ്പോൾ ഗോൾഡൻ ഇതും വെച്ചിട്ട് നമുക്ക് ഉള്ളതും വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാം. യെസ്, 3 ആക്കി. അപ്പോൾ 3 1 2 3. ഓക്കെ, 3 ഇത് നമുക്ക് ഇതാക്കാൻ പറ്റും. അയ്യോ, സ്മിത്തിങ് ടെംപ്ലേറ്റ് ആണല്ലോ ഇപ്പോൾ പറഞ്ഞ പോലെ. എല്ലാ കണക്കൂട്ടലും തെറ്റി എന്ന് വിചാരിക്കുന്ന സമയത്താണ് എൻ്റെ സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. നെതറൈറ്റ് എന്തോ അപ്ഗ്രേഡ് അങ്ങനെ എന്തോ വേണമല്ലേ? ശരിയാ, ബാസ്റ്റണിൽ പോകണം. ആ കാര്യം ഓർത്തില്ല. എല്ലാം ഓർത്ത്, അത് മാത്രം ഓർത്തില്ല ചേട്ടായി. ഞാൻ ഇങ്ങനെ നെതറിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ബാസ്റ്റൺ പറന്ന് കണ്ടുപിടിക്കണം. ഹൈ കാസ്റ്റ് ചേട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് തരാം. ബാസ്റ്റൺ കണ്ടുപിടിച്ച് ഇവിടെ
ടെസ്റ്റ് ഉണ്ടാവൂലേ? മറ്റവന്മാരുണ്ടാവൂല, ബ്രൂട്ടോ അവന്മാർ ഇവിടെ ഉണ്ടാവും. ഇത് ഫസ്റ്റത്തെ തന്നെ കിട്ടി. ഇതിനകത്തൊന്നും കൂടി ഉണ്ടാവോ? ഇത് സോൾ സ്പീഡ് ഇതെന്തിനാ? അറിയില്ല. ഇത് കുക്കിട് തിന്നാൻ പോകുന്ന വഴിക്ക്. അയ്യോ തിരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട ഓടിക്കോ. ഇനിയിപ്പോൾ നേരെ ബേസിലോട്ടുക. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. അയ്യോ ജമാലു മാമ ഓടിക്കോ. ഓഹോ, ഇപ്പൊ ചത്തേനെ. അവിടെ നിന്ന് ഓടി. രക്ഷപ്പെട്ടു. ചത്തുന്നു. എന്നാ പീസ്ഫുൾ മാമ്മമാരുടെ അടുത്തിരിക്കാം നമുക്ക് കുറച്ച് നേരം. അണ്ണ അറ്റാക്ക് ചെയ്യുന്ന രക്ഷിക്കണ്ണ. അയ്യോ, പറഞ്ഞടിക്കും ഞാൻ. അടങ്ങിയെന്നോ മോനെ? അയ്യോ, പാർക്കോർ ചെയ്ത് അടിക്കാണ്ടിരുന്നത്. ഒരു ബ്ലേസർ കിട്ടിയത് മോനെ. അവിടെ നിന്ന് പോവില്ലേ? സോറി പേടിയാകുമ്പോ. അയ്യോ, ഇത് എന്താ ബോഡി ഗാർഡോ? ഇവിടെ പോയാലും വരും. ഞാൻ അങ്ങനെ പൊരുതി ലാസ്റ്റ് എനിക്ക് എന്തൊക്കെയോ കാണിച്ചിട്ട് ഒരു ബ്ലേസറോട് കിട്ടി. എഴുത്തിനെ കൊല്ലാൻ പോകുമ്പോൾ കുറേ വിതർ സ്കെൽട്ടൻ എന്നെ അടിക്കാൻ വരും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ അടുത്തവന്മാരിങ്ങനെ ജാതിയായിട്ട് വരും. അങ്ങനെ അവസാനം ഞാൻ ബ്ലേസറോടും കൊണ്ട് തിരിച്ചെൻ്റെ വീട്ടിലെത്തി. ഇനി ഇത് ബ്ലേസ് പൗഡർ ആക്കാം. ഇനി അങ്ങോട്ട് പേടിപ്പിക്കണ്ട. ഇനിയിപ്പോൾ ഇതൊന്ന് ഫെൻഡറാക്കി രണ്ടര ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയ എൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ചിട്ടുള്ളതാണ്. യെസ്, ഇനി ഈ സ്വർണ്ണ പെട്ടി എടുക്കുക. ഈ 35 ഡയമണ്ട് ആ സൂക്ഷിച്ച് വെച്ച 35 ഡയമണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യണ്ട, ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണ്ടേ? ഇങ്ങനെയല്ലേ? ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ ഒരു നെതറാക്കും കൂടി വേണം. ഒരെണ്ണം ഒരു വട്ടി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൂ. എത്ര വേണം സത്യം പറഞ്ഞ? എനിക്ക് 6 ഉണ്ട്. ഡയമണ്ട് ഫുള്ള് തീർത്തിട്ടുണ്ട്. എത്ര വേണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നെതറൈറ്റ് ആക്കാൻ പോവാണ്, അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് സർവൈവൽ നെതറൈറ്റ് ആക്കുന്നത്, അതും ക്രിയേറ്റീവ് ഉപയോഗിക്കാണ്ട്. എൻ്റെ ഗോൾഡ് ഈ നെതർ ഗോൾഡ് ഓറ് എന്ത് ചെയ്തു, നഗട്ടിൻ്റെ ഓറ് ഞാൻ എൻ്റെ എൻ്റർ ചെസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചാക്കാം. ഓരോന്നായിട്ട് ആക്കുന്നതിനെക്കാട്ടും നല്ലതാണ് എല്ലാം കൂടി ഒരുമിച്ചാക്കുന്നത്. 29 ഗോൾഡ് സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബേസ് എത്താറായി. ഇതും വെച്ചിട്ട് ഒരു ആർമറങ്ങ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ വെച്ചത്തേനിപ്പോൾ എൻ്റെ സ്ക്രാപ്പ് ഫുള്ളുണ്ട്. ഫുള്ള് ഗോൾഡ് ആക്കിയിട്ട് പോവാം. ഫുള്ള് ഗോൾഡ് ആക്കാൻ പറ്റും, എല്ലാം ഗോൾഡ് ആക്കാൻ പറ്റുമോ? അയ്യോ, 2 ഗോൾഡ് ആക്കാൻ പറ്റൂല. ഇങ്ങോട്ടാക്കാൻ പറ്റൂല. അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഗോൾഡിനും ആക്കാം. ഇനി ഫസ്റ്റ് ആർമർ തന്നെ ആക്കാം എപ്പോഴത്തെയും പോലെ. ആദ്യം ടെംപ്ലേറ്റ് വെക്കുക, ഇത് വെക്കുക, നെതറൈറ്റ്. എടാ, അപ്പോൾ സ്മിത്തിങ് കുറേ വേണം ഈ ഒരു നെതറൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഈ എപ്പിസോഡിൽ പറ്റുന്നെല്ലാം ഇതാക്കാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് പോവും, ഇടക്കിടക്ക് വെച്ച് പോവും. കാരണം ഞാൻ മറ്റേ ഇടക്കിടക്ക് വർഷം മാറ്റുന്നുണ്ട്. രസമുണ്ടല്ലേ. പക്ഷെ എൻ്റെ സ്കിന്നിന് ഈ നെതറൈറ്റ് ആർമർ ചേരുന്നില്ല, ഡയമണ്ട് ആർമറാണ് ചേരുക. അപ്പോൾ എടുത്ത് വെക്കാം, മറ്റേ ഡയമണ്ട് ആർമർ മാത്രം ഇടാം. ഞാൻ അവർ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അല്ല പറ്റൂല. ഇനിയിപ്പോൾ ഈ പിക്കാക്സിന് ആക്കണ്ട, സിൽക്ക് ടച്ച് ഉണ്ടാക്കിയിട്ട് അതിനാക്കാം. എന്തായാലും ഇന്നത്തെ ഗോള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഗോള് കംപ്ലീറ്റ് ആയിട്ടില്ല. ടൂൾസും കൂടി കഴിയുമ്പോൾ നമുക്ക് ആ പ്രൊജക്ട് ബോർഡിൽ നിന്ന് പൊട്ടിച്ച് മാറ്റാം. അപ്പോൾ നാളെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ബാക്കി ടൂൾസും കൂടി ഉണ്ടാക്കും. പിന്നെ ഞാൻ നമ്മുടെ സുധീർണൻ ഉണ്ടാക്കിയ പോലെ ഡയമണ്ട് വൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു TNT വെച്ചിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക് TNT ഡ്യൂപ്പർ ഉണ്ടാക്കും. അത് വെച്ചിട്ടാണ് ഞാൻ ഡയമണ്ട് വൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കും കുറേ ഡയമണ്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു ടൂൾസും ആക്കാം. പിന്നെ ഭാവിയിൽ ഇപ്പോൾ എനിക്ക് ഡയമണ്ട് ബീക്കൺ ഉണ്ടാക്കാം. പറഞ്ഞാൽ നമുക്ക് വിതരണ കൊല്ലാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇന്ന് പറഞ്ഞതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഡ് മാത്രമേ പിന്നെ ആക്കിയിട്ടുള്ളൂ. നെതറൈറ്റ് അത് കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ തന്നെ ആക്കും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. നെതറൈറ്റ് പോലെ